മഹീന്ദ്ര എക്സ് അല്ല XEV9S വീട്ടിൽ തന്നെ എത്ര രൂപ നമുക്ക് നോക്കിയാലോ. ഹായ്, വെൽക്കം ടു ബിഹൈൻഡ് ദ വീൽ. പേര് കുറച്ച് കൺഫ്യൂസിങ് ആയല്ലേ. ഈ XEV700 അല്ലെങ്കിൽ 700ൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ സെയിം ഡിസൈനായിട്ട് വരുന്ന EV വണ്ടിയാണ് XEV9S. ഇതിൻ്റെ വേരിയൻസ് നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടം പോലെയാണ്. അത് കാരണം ഭയങ്കര കൺഫ്യൂസിങ്ങാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ 30 ലക്ഷം രൂപ ബ്രാക്കറ്റിൽ വരുന്ന പാക്ക് 2 എബോവ് 70 kW ബാറ്ററി പാക്കുള്ള 7 സീറ്റർ ആയിട്ടുള്ള 11.2 kW ഹോം ചാർജർ ഇൻക്ലൂഡ് ആയിട്ടുള്ള വേരിയൻ്റ് ആണ്. ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. സീനില്ല ഈ 70 kW എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ റിയൽ ലൈഫിൽ ഒരു 430-450 കിലോമീറ്റർ റേഞ്ചൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. പിന്നെ ഇതെന്താണ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് എല്ലാ ബേസിക് ഫീച്ചേഴ്സ് പ്ലസ് അഡീഷണൽ പ്രീമിയം ആയിട്ട് ലെവൽ 2 അഡാസ് ആവട്ടെ, 16 സ്പീക്കേഴ്സ്, ഹർമൻ കാർഡൻ ഡോൾബി അറ്റ്മോസ്ഫിയറോട് കൂടിയ സ്പീക്കർ ആവട്ടെ, ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, പിന്നെ 360 ക്യാമറ, ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ, വെന്റിലേറ്റഡ് സീറ്റ്സ്, അങ്ങനെ ഇഷ്ടം പോലെ പ്രീമിയം ഫീച്ചേഴ്സാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഫൈനാൻഷ്യൽസിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇത് 30 ലക്ഷം രൂപ പ്രൈസ് ബ്രാക്കറ്റിലാണ് വരുന്നതെന്ന്. ഇതിന് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി 30% ഡൗൺ പേയ്മെൻറ്റ്, 5 year 8.5% ഇൻട്രസ്റ്റ്, അങ്ങനെ കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് മാത്രം കൊടുക്കേണ്ടി വരിക 9 lakhs ആണ്. ഈ 9 lakhs നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു, ബാക്കിയുള്ള 21 lakhs നമ്മൾ ലോൺ എടുത്തു 5 yearലോട്ട് 8.5% ഇൻട്രസ്റ്റിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 43,000 rupees മന്ത്ലി EMI ആയിട്ട് വരാം. അതേസമയം നമ്മൾ 7 yearലോട്ട് സപ്പോസ് ഒന്ന് നോക്കിയാലോ 33,200 rupees അടുത്തായിട്ടാണ് നമുക്ക് മന്ത്ലി EMI വരാം. ഇതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ വെർത്തി ഓപ്ഷൻ ആയിട്ടാണ് ഇപ്പോൾ. കാരണം ബാക്കി കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഹാരിയർ EV പോലത്തെ, Sierra EV പോലത്തെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി മഹീന്ദ്രയോടാണ് കുറച്ചുകൂടെ ഇഷ്ടം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ പുതിയൊരു EV എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുമാത്രമല്ല 30 ലക്ഷം രൂപ ബ്രാക്കറ്റിൽ നിങ്ങളൊരു വണ്ടി EV എടുക്കുവാണെങ്കിൽ ഏത് വണ്ടി കൺസിഡർ ചെയ്യുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ.